ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച വീഡിയോഗ്രാഫർമാരുടെ വേതനം അനുവദിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീഡിയോഗ്രാഫർമാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വളരെ അപമാനകരമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ആയിരക്കണക്കായ ഫോട്ടോഗ്രാഫേഴ്സ് മേഖലയിൽ, വീഡിയോ മേഖലയിൽ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടമാകുന്നതിൻ്റെയും അവരുടെ ജീവിത പ്രയാസങ്ങളുടെയും നടുക്കടലിൽ ജീവിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയാം. ഇതിന്റെ പ്രതിസ്ഥാനത്ത് ഭരണകൂടത്തെ, ജില്ലാ ഭരണകൂടത്തെ മാത്രം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന ഭരണകൂടത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവിൽ വരുന്ന തുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നാമമാത്രമായ, ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഒരു നിസ്സാരമായ തുക, ആ തുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രാമുഖ്യമുള്ളതല്ല എന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എടുക്കേണ്ടുന്ന നയം, ഈ കരാർ ഒപ്പിടുന്നത്, കൊട്ടേഷൻ അംഗീകരിക്കുന്നത് ഭരണകൂടത്തിന്റെ അധിപനായ ജില്ലാ കളക്ടറാണ്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല മതിപ്പുള്ള ആളാണ് ഞാൻ. സമീപകാലത്ത് കണ്ണൂർ കണ്ട നല്ല കളക്ടർമാരിൽ ഒരാളായി ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ശ്രീ അരുൺ കെ വിജയൻ IAS മാറി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒതുങ്ങാത്ത വിധത്തിൽ ട്രഷറിയിൽ പണം എത്തിച്ചു കൊടുക്കാൻ എവിടെയാണ് തടസ്സം എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും 500ഓളം വീഡിയോഗ്രാഫർമാർക്ക് പ്രതിഫലം ലഭിച്ചിട്ടില്ല. കളക്ടറുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ദിവസക്കൂലിക്ക് കരാർ അടിസ്ഥാനത്തിൽ മാർച്ച് 18 മുതൽ ഏപ്രിൽ 26 തിരഞ്ഞെടുപ്പ് ദിവസം വരെ വീഡിയോഗ്രാഫർമാർ ജോലി ചെയ്തു. ദിവസ വാടകയ്ക്കെടുത്ത ക്യാമറയുമായി പതിവ് ജോലികൾ ഉപേക്ഷിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി പ്രവർത്തിച്ച വീഡിയോഗ്രാഫർമാർ നിലവിൽ കടക്കെണിയിലാണ്. മുഖ്യമന്ത്രിക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും നേരിൽ കണ്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും ജില്ലയിലെ ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകുമെന്നും സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ ഷിബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് സ്വാഗതം പറഞ്ഞു. വടകര മേഖലയ്ക്ക് വേണ്ടി സെക്രട്ടറി ഷമി മാഹി ആശംസാ പ്രസംഗവും നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ,
ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.